ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ്. എസ്പെഷ്യലി ഫോർ നേഴ്സസ്. ഒരു നേഴ്സിനെ എങ്ങനെ മാൽദീവ്സിൽ ഒരു നേഴ്സ് ആവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് മെയിനായിട്ട് നമ്മളൊരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. അതിനകത്ത് IELTS ഓർ OET. IELTS ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് മിനിമം ഒരു 5.5 സ്കോർ നമുക്ക് വേണം. OET ആണെങ്കിൽ 4 മൊഡ്യൂൾസിനും C+ വേണം. നമ്മൾ OET അല്ലെങ്കിൽ IELTS എഴുതി നമുക്കൊരു ഡിസൈഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഏജൻറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നമ്മുടെ ബയോഡേറ്റ, നമ്മുടെ ഓൾ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ബയോഡേറ്റ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് അവർ നമുക്കൊരു ജോബ് ആപ്ലിക്കേഷൻ ഫോം തരും. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഫോം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ നഴ്സിംഗ് ആൻഡ് പ്രാക്ടീസിങ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഫോമാണ്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം. ഈ 2 ഫോം നമ്മൾ അയച്ചു കൊടുത്ത് അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പോലീസ് വെരിഫിക്കേഷനാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനും അടുത്തതായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കോപ്പി നമ്മുടെ ഏജൻറ്റിന് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഓഫർ ലെറ്ററാണ്. അപ്പോൾ ഈ ഓഫർ ലെറ്റർ നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ അടുത്തതായിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് വരും. അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്ന് തൊട്ട് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ മാൽദീവ്സിലേക്ക് കയറി വരണമെന്ന്. മെയിൻലി സാധാരണയായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യാറ് വിത്തിൻ 3 മന്തിൽ നമ്മൾ കയറി വരണം എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ആ ഡേറ്റിന് മുമ്പ് നമ്മൾ മാൽദീവ്സിൽ വരണം. മാൽദീവ്സിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാൽദീവ്സിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഏജൻറ്റ് നമുക്ക് റൂം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആ റൂമിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഡേയിൽ നമ്മൾ പോയിട്ട് മെഡിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യണം. മെഡിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്താണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ പോകണം. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ചെന്ന് കഴിയുമ്പം അവർ നമുക്ക് കുറച്ച് ഫോം കാര്യങ്ങളൊക്കെ തരും. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് നമുക്കൊരു കോൺട്രാക്റ്റ് ലെറ്റർ തരും. അപ്പം ആ കോൺട്രാക്റ്റ് ലെറ്ററിനകത്താണ് നമ്മൾ ഏത് ഐലൻഡിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തായിരിക്കും മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഐലൻഡിലേക്ക് നമ്മൾ പോകണം. ഇവിടെ സാധാരണ മാലി മാത്രം അവിടെയാണ് മെയിൻ സിറ്റി. അവിടെ അല്ലാതെ ഐലൻഡുകളിലേക്കെല്ലാം നമ്മൾ ബോട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയേക്കുന്ന ഐലൻഡിലേക്ക് നമ്മൾ ബോട്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരു നേഴ്സായിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് കോൺട്രാക്റ്റ് ലെറ്ററൊക്കെ തരുന്ന സമയത്തും ഒക്കെ നമുക്കൊരു 6 മന്ത് ഇവിടെ നിൽക്കാനുള്ളൊരു ഇത് അവർ തരുന്നുണ്ട്. അപ്പോൾ ആ വിത്തിൻ 6 മന്തിനുള്ളിൽ ഇവിടുത്തെ ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇവർ തന്നെ നമുക്ക് തരും ഡേറ്റ്. ഇപ്പോൾ ഒരു മാസത്തിൽ ഏത് ദിവസമായിരിക്കും എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് അവർ ആ ഡേറ്റ് കാര്യങ്ങൾ അവർ നമുക്ക് തരും. അതനുസരിച്ച് നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം എടുക്കാം. ആ സമയങ്ങളിൽ നമുക്ക് പോയിട്ട് എക്സാം എഴുതാം. 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു നേഴ്സായി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾ ഈ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് അവർ തരുന്നത്. ഈ 2 വർഷം കഴിയുമ്പോൾ ഈ വിസയെ നമ്മൾ റിന്യൂ ചെയ്യണം. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. നേഴ്സിംഗ് രജിസ്ട്രേഷൻ ആൻഡ് പ്രാക്ടീസിങ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന പോലെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റാണ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ആൻഡ് പ്രാക്ടീസിങ് ലൈസൻസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നമ്മളൊരു 2 വർഷം കൂടുമ്പോൾ നമ്മൾ പുതുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു നേഴ്സായിട്ട് ഒരാൾ മാൽദീവ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.